ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി സുമ്മ, അതേപോലെ വ ഇന്ന എന്നീ വാക്കുകൾ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും 2 ഖദ്ർ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങളാണ്. ഖുലൂബുകും മിൻ, സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു. അൽ ഇദ്ഗാം അഷ്ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ ആണ് നിയമം. മിൻ ബഅദി, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. ബാ ഇഖ്ലാബിന്റെ അല്ലെങ്കിൽ ഖൽബിന്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിനെ മീമിന്റെ സ്വരമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة, റായിനെ കനപ്പിക്കേണ്ടതാണ്. ഔ അശദ്ദു ഖസ്വ, അവിടെ നിർത്തുമ്പോൾ ഹാഇന്റെ ശബ്ദം വ്യക്തമാക്കി ഉച്ചരിച്ച് നിർത്തേണ്ടതാണ്. ലമാ യതഫജ്ജറു അൽ അൻഹാർ, അവിടെയെല്ലാം റായിനെ കനപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അൽ അൻഹാർ എന്ന വാക്കിൽ നിർത്തുമ്പോൾ റായിനെ കനപ്പിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ ഫയഖ്റുജു മിൻഹുൽ മാ, മിൻഹു എന്ന വാക്കിലെ ഹായിനെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. അൽ മാ എന്ന വാക്കിൽ നിർത്തുമ്പോൾ 4, 5, 6 ഖദ്ർ വീതം നീട്ടാവുന്നതാണ്. ഫയഖ്റുജു മിൻഹുൽ മാ, നിർത്തുമ്പോൾ നാം ഹംസിന്റെ ശബ്ദം വ്യക്തമാക്കി നിർത്തേണ്ടതാണ്. ഖൽഖല ചെയ്യാനും പാടില്ല. അൽ മാ എന്ന ഉച്ചാരണം കേൾക്കാൻ പാടില്ല. ഫയഖ്റുജു മിൻഹുൽ മാ, അപ്പോൾ ഒരു ശബ്ദത്തിൽ ഒരു ഞെട്ടൽ അനുഭവപ്പെടും. ഫയഖ്റുജു മിൻഹുൽ മാ മിൻ ഖശ്യത്തില്ലാഹ്, അവിടെ ഇദ്ഹാർ ഹൽഖിയാണ് നിയമം. മണിക്കാതെയാണ് സുക്കൂനുള്ള നൂനിനെ ഉച്ചരിക്കേണ്ടത്. ശേഷം ഖ എന്ന വാക്കിന്റെ മേലെ ഫത്ഹാണ് വന്നിട്ടുള്ളത്, അവിടെ കനപ്പിക്കേണ്ടതാണ്. മിൻ ഖശ്യത്തില്ലാഹ്, നിർത്തുമ്പോൾ ഹാഇന്റെ ശബ്ദം വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة
وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ സുമ്മ പിന്നെ അല്ലെങ്കിൽ എന്നിട്ട്, ഖസത്ത് കടുത്തു അല്ലെങ്കിൽ കടുപ്പം കൂടി, ഖുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ, മിൻ ബഅദി ശേഷം, ദാലിക അതിന്, ഫഹിയ അങ്ങനെ അവ, കൽ ഹിജാറത്തി കല്ല് പോലെയാണ് അഥവാ പാറക്കല്ല് പോലെയാണ്, ഔ അശദ്ദു അല്ലെങ്കിൽ കൂടുതൽ കഠിനമായതാണ്, ഖസ്വത കടുപ്പത്തിൽ, വ ഇന്ന മിനൽ ഹിജാറത്തി നിശ്ചയമായും കല്ലുകളിൽ ഉണ്ട്, ലമാ യാതൊന്നും, യതഫജ്ജറു പൊട്ടി ഒഴുകും, മിൻഹു അതിൽ നിന്ന്, അൽ അൻഹാർ അരുവികൾ അല്ലെങ്കിൽ നദികൾ, വ ഇന്ന മിൻഹ അവയിൽ തന്നെയുണ്ട്, ലമാ യശഖഖു പൊട്ടിപ്പിളരുന്നത്, ഫയഖ്റുജു എന്നിട്ട് പുറത്തു വരും, മിൻഹു അതിൽ നിന്ന്, അൽ മാഉ വെള്ളം, വ ഇന്ന മിൻഹ അവയിൽ തന്നെയുണ്ട്, ലമാ യഹ്ബിതു വീഴുന്നത്, മിൻ ഖശിയത്തി ഭയം നിമിത്തം, അല്ലാഹി അല്ലാഹുവിനെ, വമല്ലാഹു അല്ലാഹു അല്ല താനും, ബിഗാഫിലിൻ അശ്രദ്ധനൊന്നും, അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ ആയത്തിന്റെ അർത്ഥം, എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അവ പാറക്കല്ല് പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു, നിശ്ചയമായും പാറകളിൽ തന്നെയുണ്ട് അരുവികൾ പൊട്ടി ഒഴുകുന്നവ, അവയിൽ തന്നെയുണ്ട് പൊട്ടിപ്പിളർന്ന് അതിലൂടെ വെള്ളം പുറത്തു വരുന്നവയും, അവയിൽ തന്നെയുണ്ട് അള്ളാഹുവിനെ ഭയന്നതിനാൽ കീഴ്പോട്ട് വീഴുന്നവയും, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അശ്രദ്ധനൊന്നുമല്ല. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിയർക്ക് നൽകിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവർ ആസ്വദിച്ച അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിക്കൊണ്ട് നമ്മൾ സൂറത്തുൽ ബഖറയുടെ 40-ാമത്തെ ആയത്ത് മുതൽ വളരെ വിശദമായിക്കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്ക്. അതുപോലെ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 40-ാമത്തെ ആയത്ത് മുതലാണ് ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. ഇന്ന് ഈ 74-ാമത്തെ ആയത്തിൽ ബനു ഇസ്രായേലിയരുടെ നിലപാടിനെ കുറിച്ച്, അവരുടെ പരിവർത്തനം വരാത്ത ഹൃദയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും കാണുമ്പോൾ ശരിയായ സത്യവിശ്വാസമുള്ള ആളുകൾ അവർ ചിന്തിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഗൗരവപൂർവ്വം എടുത്തുകൊണ്ട് നാളെ വരാനിരിക്കുന്ന പരലോകത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ഒരു മാറ്റവും പ്രകടമാകുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ പാറക്കല്ല് പോലെ ഉറച്ച് കടുത്തുപോയിരിക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കാതെ പാറക്കല്ലിനേക്കാൾ കടുത്തതായി പോയി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, വളരെ വിശദമായിക്കൊണ്ട് ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത്, ആ പറഞ്ഞ വിഷയങ്ങൾ ഓരോന്നും നമ്മൾ ഗൗരവപൂർവ്വം പഠിക്കേണ്ടതുണ്ട്. പൂർവസൂരികളായ തഫ്സീർ പണ്ഡിതന്മാര് ഈ ആയത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മൾ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ വിശദമായുള്ള പഠനം
അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ഈ ആയത്തിന്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തിൽ പ്രതിപാദിച്ച ഓരോ വിഷയങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.